ഏവർക്കും SB കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര താലൂക്കിൽ ഉള്ള പ്ലാമുട്ടുകടയിലാണ്. ഇതാണ് എൻ്റെ അമ്മയുടെയും എൻ്റെയും ജന്മനാട്. ഞാനും എൻ്റെ അമ്മയും പഠിച്ചു വളർന്ന നാട്. ഞങ്ങളുടെ പരദേവത ശ്രീ കൊച്ചുഭഗവതി ആശാനും ആശാൻ്റെ ഉപാസനാമൂർത്തിയായ ചാമുണ്ടേശ്വരിയും പരിവാരങ്ങളും കുടിയിരിക്കുന്ന പ്ലാമുട്ടുകട കൊച്ചുപതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ആദ്യമായിട്ട് നടത്തുന്ന നവചണ്ഡിക ഹോമം ഉത്സവം കാണാൻ വന്നതാണ്. ഈ ഹോമം നടത്തുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ. ഇതാണ് എൻ്റെ ജന്മനാട്. ഇതാണ് പ്ലാമുട്ടുകട ജംഗ്ഷൻ. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ക്ഷേത്ര തന്ത്രിയും മേൽശാന്തിയുമായ സാബു ശാന്തിയുടെ മഠത്തിനകത്താണ്. അദ്ദേഹത്തിനെ ഇന്ന് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി. 5 വർഷത്തിന് ശേഷമാണ് ഞാൻ പുള്ളിയെ കാണുന്നത്. ഇദ്ദേഹമാണ് എനിക്ക് ക്ഷേത്രത്തിലെ ഹോമവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നതും മനസ്സിലാക്കി തന്നതും. ജ്യോതിഷം ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഇരുന്ന് ഗണിതം വരെ പഠിച്ചു. പിന്നെ പഠിക്കാൻ കഴിയില്ലാതെ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് സാബു ശാന്തി. അദ്ദേഹം മഠത്തിലിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. ഞാൻ പ്ലാമുട്ടുകട ശ്രീ കൊച്ചുപതി ക്ഷേത്രത്തിലെ മേൽശാന്തി. പ്ലാമുട്ടുകട ശ്രീ കൊച്ചുപതി ക്ഷേത്രം ഒരു മഹായജ്ഞത്തിന് വേദിയാകുകയാണ്. നവചണ്ഡിക ഹോമം കേരളത്തിൽ അപൂർവമായിട്ട് നടത്തിവരുന്ന മഹാചണ്ഡിക ഹോമം ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശിനി ശ്രീ ഡോക്ടർ കാളിദാസ് ഭട്ടിൻ്റെയും ക്ഷേത്ര തന്ത്രി വടക്കംപറവൂർ രാകേഷ് തന്ത്രികളെ മുഖ്യ കാർമ്മികത്വത്തിൽ ഡിസംബർ മാസം 12, 13, 14 തീയതികളിൽ ഈ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. കേരളത്തിൽ അപൂർവമായിട്ട് നടത്തി വരാറുള്ള ഈ മഹാചണ്ഡിക യാഗത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാന ദേവത ചാമുണ്ഡി ദേവിയാണ്. അതേ പ്രാധാന്യം ചെയ്യുന്ന കൊച്ചുഭഗവതി എന്ന സങ്കല്പം വരുന്ന മന്ത്രമൂർത്തിയും യക്ഷിയമ്മയും തമ്പുരാനും ഗണപതിയും രക്ഷസും കരിങ്കാളിയും സർപ്പങ്ങളും ഇവിടെ ഭക്തിയാദരപൂർവം പൂജാതി കർമ്മങ്ങൾ നടത്തിപ്പോരുന്നു. രാവിലെ 5 മണിക്ക് നട തുറന്ന് 5:05 നിർമ്മാല്യ ദർശനം, 6:30 പ്രഭാത പൂജ, 9:30 ഉച്ചപൂജയോടുകൂടി നട അടയ്ക്കുന്നു. വീണ്ടും വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് ത്രിസന്ധ്യയ്ക്ക് ദീപാരാധന, 7:30 അത്താഴപൂജ, തുറന്ന് നട അടക്കുന്നു. എല്ലാ ദിവസങ്ങളും കൃത്യമായ ക്ഷേത്ര തന്ത്രിയുടെ പടിത്തരത്തിലുള്ള പൂജാതി കർമ്മങ്ങളോടെ നടന്നു പോരുന്നു. ഇത് ശാന്തിയുടെ മഠമാണ്. മഠത്തിനകത്ത് ജ്യോതിഷവും താന്ത്രിക ക്രിയകളും മറ്റതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇതാ മേശപ്പുറത്ത് ഇരിക്കുന്ന ചിത്രം കണ്ടില്ലേ? ഇടതുവശത്തിരിക്കുന്നത് ചാമുണ്ടേശ്വരിയും വലതുവശത്തിരിക്കുന്നത് കൊച്ചു ഭഗവതി ആശാനുമാണ്. 1983 വരെ ഇത് വെറുമൊരു തെക്കതായിരുന്നു. മണ്ണുകൊണ്ട് നിർമ്മിച്ചൊരു തെക്കതായിരുന്നു. ആ തെക്കതിൽ ആദ്യമായി വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത് കുരുതാലി വിളാകത്ത് കുഞ്ഞൻ പണിക്കർ, ജന്മി കുഞ്ഞൻ പണിക്കർ എന്ന് പറയുന്ന എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മയായിരുന്നു. അതിനുശേഷമാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടതും ട്രസ്റ്റാക്കിയതും നാട്ടുകാരെല്ലാം ഇതിൽ പങ്കാളികളായതും ഇന്ന് ഇതൊരു മഹാക്ഷേത്രമായി മാറിയതും. കൊച്ചുപതി ആശാൻ്റെ ഉപാസനാമൂർത്തിയായ ചാമുണ്ടേശ്വരിയാണ് ഇവിടുത്തെ പ്രധാന ദേവത. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് എൻ്റെ പരദേവതയായ കൊച്ചുഭഗവതി ആശാൻ്റെയും ആശാൻ്റെ ഉപാസനാമൂർത്തിയായ ചാമുണ്ടേശ്വരിയും കുടിയിരിക്കുന്ന പ്ലാമുട്ടുകട ക്ഷേത്രം.